ചില കടകളിൽ കയറിയാൽ വയറു മാത്രമല്ല മനസ്സും നിറയും. നമ്മുടെ കവലയിലെ ആ ചെറിയ ചാറ്റുകട അതിനൊരു സൂപ്പർ ഉദാഹരണമാണ്. ഇതിങ്ങനെ പൊട്ടിച്ച് തന്നെ ഉണ്ടാക്കണം. നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ പൊട്ടിക്കുക, അല്ലാതെ ഉണ്ടാക്കി കൊണ്ട് വെക്കാൻ സാധനം അല്ല ഇത്. അപ്പൊ തന്നെ കഴിക്കാനുള്ള സാധനമാണ് ഇത്. അപ്പൊ ഇതിന്റെ ഉള്ളില് വെക്കുന്ന മസാല വെക്കും, ഓണിയൻ വെക്കും, പിന്നെ ഈ ഓമപ്പടി വെക്കും, പിന്നെ സ്വീറ്റ് പാനിയൊക്കെ ഒഴിക്കും. എരിവ് പാനി ഒഴിച്ച് നമ്മൾ കഴിക്കണം. ഇതാണ് ഇതിന്റെ രീതി. വലിയ വലിയ പരസ്യ ബോർഡുകളോ ആർഭാടങ്ങളോ ഒന്നുമില്ല. അവിടുത്തെ പ്രധാന ആകർഷണം സ്നേഹത്തോടെ പലഹാരങ്ങൾ വിളമ്പുന്ന അമ്മയും മകളും, പിന്നെ ആ കൈപുണ്യവുമാണ്. എരിവ് സ്വീറ്റ് ഉപയോഗിക്കും, എരിവ് ഉപയോഗിക്കും. സ്വീറ്റും വേണം, എരിവ് വേണം. ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. മെനു ചെറുത്, രുചി വമ്പൻ. ഇതിനകത്ത് ഡേറ്റ്സ് ഒക്കെ ചേർക്കും. ഡേറ്റ്സ് ഒക്കെ. ഇതോ? ഇത് പുതിന വെള്ളമാണ്. പുതിന. അപ്പൊ ഇത് ഇതിനകത്ത് ഒഴിച്ചിട്ട് അങ്ങനെ വെറുതെ പൂരിയോട് ചേർത്ത് വായിലിട്ട് കഴിക്കണം. പാനിപൂരിയാണ്. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇവിടെ ഒത്തിരി മെനു ഒന്നും തെരഞ്ഞെടുക്കാട് കയറേണ്ടതില്ല. 4 കാര്യങ്ങൾ, പക്ഷേ 4 ഒന്നാം തരം. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ഇവിടെ എന്തൊക്കെയാ ഉള്ള? ഇവിടെ പാനിപൂരി, ബേൽപൂരി, ദാഹിപൂരി, സേവ് പൂരി, ഈ 4 ഐറ്റമേ കൊടുക്കാറുള്ളൂ. കടകളിൽ കിട്ടുന്ന മായങ്ങളെക്കുറിച്ചോർത്ത് ഇനി പേടിക്കേണ്ട. സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന അതേ ശുചിത്വത്തിലും സ്നേഹത്തിലുമാണ് അമ്മയും മകളും ഇതെല്ലാം തയ്യാറാക്കുന്നത്. മേടിക്കാൻ കിട്ടും. അത് വീട്ടിൽ വാങ്ങിച്ച് പൊരിച്ച് ഈ കോൺഫ്ലെക്സ് ഇതൊക്കെ വീട്ടിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ധൈര്യമായി കഴിച്ച് വയറു നിറയ്ക്കാം. ഒരു കലപ്പടം ഇല്ല. വില വളരെ മിതമായതുകൊണ്ട് ദിവസവും കഴിച്ചാലും കീശയ്ക്ക് ഒരു ഭാരവും തോന്നില്ല. இந்த ஸ்டால் தொடங்கறதுக்கு ஒரு காரணம் என்னன்னா, நான் ஒரு பிராமண சபையில ஒரு 2 நாளைக்கு ஒரு ஸ்டால் போட்டிருந்தேன். ஃபுட் ஃபெஸ்டிவல்னு சொல்லிட்டு. அப்ப அது 2 நாள்ல இந்த வீட்டுல உண்டாக்குற நான் கை கொண்டு செய்யப்பட்ட இந்த சாதனம் எல்லாருக்கும் ഇഷ്ടപ്പെട്ടതാണതാണ്. ഇത് മേற்കൊണ്ട് നമുക്ക് ചെയ്യലാன்ற ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ട്. നിങ്ങളും വൈകുന്നേരം ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് പാനിപൂരിയോ ദാഹിപൂരിയോ കഴിച്ച് ആ അമ്മയുടെയും മകളുടെയും ചിരി കണ്ടു നോക്കൂ. ആ ദിവസത്തെ സകല ക്ഷീണവും അതോടെ പമ്പ കടക്കും. ചെയ്യണമെന്ന് ഒരു ആഗ്രഹം, ഇന്നും നിറയെ സാധനം ഉണ്ടാക്കി ചെയ്യണമെன்றது എന്നോട് ആശയാക്കും. പക്ഷെ എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ മുടിയാതിന്റെ ഒരു രീതിയിൽ ഇത് മാത്രം കൊണ്ടുപോകலாம் എന്ന് എനിക്ക് ഒരു ആഗ്രഹമാക്കി. இதனால எனக்கு நல்ல ஒரு சந்தோஷமும் கிடைக்கிறது. ஆளுகள்கிட்ட இருந்து ஒரு ரெகக்னேஷன்றாத ஒரு சாதனமும் எனக்கு கிடைக்கிறது. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം. പേടിക്കാതെ കഴിக்கலாம், ഒരു കുഴപ്പവും ഇല്ല. ഇതിന്റെ ലൊക്കേഷൻ പറയുന്നത് കിഴക്കേക്കോട്ടയിനടുത്ത് പടിഞ്ഞാറനടയിലും വരുമ്പൊழுது ആ വാഴപ്പള്ളിന്ന് പറയുന്ന അടുത്ത് സാസ്താസീസ് നിയർ ആണ്. ബാലാജി ചാറ്റ് ഹൗസിന് പേരിട്ടിരിക്കും. വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 8:30 മണി വരെ ഉണ്ട്. ഇത് ഒരു പ്ലേറ്റ് ആകുമ്പോൾ 7 പൂരി വെച്ച് ഞങ്ങൾ കൊടുക്കാറാണ്. ഒരു പ്ലേറ്റ് 60 രൂപയാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പറയുമ്പോൾ ദഹിപൂരിയാണ്. ദാഹിപൂരിനും പറയും. അതിനാൽ ഇവിടുത്തെ സ്പെഷ്യൽ ആ ഹോം മെയ്ഡ് തൈര് ഉണ്ടാക്കി കുറച്ച് സാസൊക്കെ ഒഴിച്ച് ഇടുന്ന സാധനമാണ് ദഹിപൂരിன்றது. അത് ഇവിടുത്തെ സ്പെഷ്യലാണ്, മെയിൻ സ്പെഷ്യൽ ആണ്. അത് ഇവിടെ ഉണ്ടാക്കി തരാൻ നിങ്ങൾ കഴിച്ചു നോക്കിയാണ്. അത് ആദ്യമായിട്ട് കച്ചവടം ഉണ്ടോ? അതെ ഉണ്ട്. ദഹിപൂരിയാണ് മിക്കവാറും വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ദഹിപൂരി എന്ന് പറയുന്നത്. ഇതിന്റെ ടൈം എന്ന് പറയുന്നത്? ഇതിന്റെ ടൈം ആകുമ്പോൾ വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 8:30 മണി മുടിയാണ് തുടങ്ങുന്നത് സമയം. സൺഡേ ഹോളിഡേ ആണ്. സൺഡേ ഇല്ല. എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു 1.5 കൊല്ലം ആയി. അതെ, 1.5 കൊല്ലമായി. സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. നിർത്തിയത്? അത് നിർത്തിയത് എന്തുകൊണ്ടാണ്? ഒരുപാട് സ്ട്രെയിൻ ഉണ്ട് ആ സ്റ്റിച്ചിങ്ങിൽ. അപ്പൊ ഇതാകുമ്പോൾ അത്രയ്ക്ക് സ്ട്രെയിൻ ഇല്ല. വീട്ടുകാരിയെ നോക്കിയിട്ട് ഇതുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടി. അപ്പൊ ഇത് ആദ്യം തുടങ്ങുമ്പോ എങ്ങനെയാണ്, ആ സ്റ്റാള് കഴിഞ്ഞിട്ട് വന്നപ്പോ 2 കസേരയിട്ട് വെളിയില് വെറുതെ ഈ സാധനം ഒന്നും ഇല്ലാതെ ഒരു കവറിൽ വെച്ചാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ച് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇത്തിരി കുട്ടികൾ എഴുതുന്ന ആ മേശയെടുത്ത് വെളിയിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയത് ഒരു കാര്യമാണ്. പിന്നെ ഒരു വർഷം ആയതിനു ശേഷമാണ് ഇതൊക്കെ മേടിച്ച് ഈ ഫുഡ് ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ സാധനം ലൈറ്റ് ഇതൊക്കെ വെച്ച് ചെയ്തത്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചെയ്തത് ഈ കാര്യങ്ങൾ. അപ്പൊ ഇത്രയും ദൂരം വളർന്നു വന്നത് നമുക്കൊരു സന്തോഷം. ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിന് പാനിപൂരിന്റെ റേറ്റ് ഒരു പ്ലേറ്റ് 60 രൂപ ആണ്. 7 പീസ് ഇരിക്കും. പക്ഷെ ബേൽപൂരി 60 രൂപ ആണ്. പിന്നെ ദഹിപൂരി 70 ആണ്. സേവ് പൂരിന്ന് ഒന്ന് പറയും, അതും 70 രൂപയാണ്. എല്ലാത്തിനും 7 പൂരിയാണ് ഇരിക്കുന്നത് ഒരു പ്ലേറ്റില്. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് ഈ കട ഉള്ളത്.
അവിടെ വന്നിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വാങ്ങിച്ച് കഴിക്കണം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ എല്ലാരും വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആഴ്ചയിൽ സാറ്റർഡേ മാത്രം കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ ഓഫറാണ്. ഒരു പ്ലേറ്റ് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ സാറ്റർഡേ ആകുമ്പോൾ നമുക്ക് 50 രൂപയ്ക്ക് എല്ലാവർക്കും കൊടുക്കും. ഞായറാഴ്ച അപ്പം ഞായറാഴ്ച ഇല്ല, അല്ലാതെ വീക്ക് ഡേയ്സ് സാറ്റർഡേ 50 റുപ്പീസ്. ഓ ശരി, അങ്ങനെ 60 രൂപയിൽ നിന്ന് മാറ്റി 50 രൂപയ്ക്ക്. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. എനിക്ക് 10-30 വർഷമായിട്ട് പരിചയമുള്ളവരാണ്. ഞങ്ങളുടെ തെരുവിലുള്ളവർ ഇവിടെ റിലേറ്റീവ് ആണ്. അത്രത്തോളം റിലയബിൾ ആണ്. ഒരു പ്രിസർവേറ്റീവ് ഇല്ല, വിശ്വസിച്ച് കഴിക്കാം. ഞാനാണെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചോറ് ചപ്പാത്തി ഇതെല്ലാം കട്ട് ചെയ്ത് വെയിറ്റ് കുറച്ച ആളാണ്. എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. സോ ഇറ്റ് ഈസ് വെരി റിലയബിൾ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരാണ്. ഞാൻ വർക്കിംഗ് ആണ്, ഞാൻ സ്കൂളിൽ ടീച്ചറാണ്. സോ അതുകൊണ്ട് എല്ലാ സമയത്തും എനിക്ക് അവൈലബിൾ ആവാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ മോളെയെങ്കിലും പറഞ്ഞു വിടാറുണ്ട്. ആര് വീട്ടിൽ അവൈലബിൾ ആണോ അവർ വരാറുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നേരത്തെ മീല് തന്നെയാണ്. കാരണം ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് കഴിക്കാറ്. ഫ്രൂട്ട്സ്, പ്രോട്ടീന് അങ്ങനെയൊക്കെ നോക്കി കഴിക്കുന്ന ആളാണ്. അപ്പോൾ വളരെ ഞാൻ മൈൻഡ്ഫുള്ളാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഒരു 1.5 ഇയറോളം ഞാനത് വളരെ നോക്കിയാണ് പോകുന്നത്. കാരണം എൻ്റെ മുട്ടിന് തേയ്മാനം ഉള്ളതുകൊണ്ട് ഡോക്ടർ വെയിറ്റ് കുറയ്ക്കണമെന്ന് ഡയറ്റൊക്കെ തന്നു. അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ പുറത്തുള്ള ഫുഡ് അങ്ങനെ ഒരിക്കലും കൂടുതലും ഇത് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഞാൻ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആയതുകൊണ്ട് ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് വരുന്നു. അതെ, ഹെൽത്തി ഫുഡാണ്. 100% ഹെൽത്തി ഫുഡാണ്.